പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെസ്റ്റോയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടെ പോയാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. നെസ്റ്റോ മാത്രമല്ല കേട്ടോ, ലുലുവിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ മാറി പോവും അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ അകത്ത് കയറി അത്യാവശ്യം മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അപ്പം അത്യാവശ്യം സാധനങ്ങൾ നിറയെ മേടിക്കാനുണ്ട്. പിന്നെ നെസ്റ്റോയുടെയും ലുലുവിൻ്റെയൊക്കെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ട നമ്മുടെ കേരളത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പം എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഇതാണ് കേട്ടോ, പാത്രങ്ങളുള്ള സെക്ഷൻ. ഫസ്റ്റ് ഞാൻ അവിടെ ഒന്ന് കയറും, എല്ലാം ഒന്ന് കാണും, എങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പം ഇത് മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടമുള്ള സെക്ഷൻ. പിന്നെ ബാക്കി നമുക്ക് വാങ്ങിച്ചാലല്ലേ പറ്റൂ, അതുകൊണ്ട് വാങ്ങിക്കുന്നതേ ഉള്ളൂ. എല്ലാ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാ പ്രഷർ കുക്കേഴ്സും ബേക്കിംഗ് ഐറ്റംസ് അല്ല, അതിൻ്റെ കുക്ക് വെയർസും ബേക്കിംഗ് ടിൻസും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അലുമിനിയം ചീനച്ചട്ടിയൊക്കെ ഇല്ലേ, അതെല്ലാം ഉണ്ട്. പിന്നെ ഉണ്ണിയപ്പ പാത്രമുണ്ട്, അപ്പച്ചട്ടിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ വില നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല വില ഉള്ളതുകൊണ്ട് വില കുറഞ്ഞതുമുണ്ട്. അപ്പം അത് വില കുറഞ്ഞത് ചിലപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആ കോട്ടിങ്ങൊക്കെ എളുപ്പത്തിൽ ഇളകുമായിരിക്കും. പക്ഷെ എന്നാലും എല്ലാ റേഞ്ചിലുള്ളത് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ അത് കണ്ടോ, നമ്മുടെ മൺചട്ടി, മീൻ കറിയൊക്കെ വയ്ക്കാൻ മൺചട്ടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നില്ല, ഇവിടെ തന്നെ എല്ലാം കിട്ടും. ഇപ്പോൾ നാട്ടിലും അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ ഇതിനൊക്കെ. എല്ലാ സ്റ്റീൽ പാത്രങ്ങളും സ്പൂണും കണ്ട് നമ്മൾ ബിരിയാണി വെക്കാൻ പറ്റിയ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളും എല്ലാം തന്നെ ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം കണ്ടൊന്ന് മനസ്സമാധാന ഒരു ആത്മസംതൃപ്തിയൊക്കെ പെട്ടിട്ടാണ് ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിലോട്ട് കിടക്കുക. പിന്നെ ഇവിടെ ഓരോ ഐറ്റത്തിനും പ്രൈസ് ടാഗ് ഇല്ല കേട്ടോ. സ്ഥലങ്ങളനുസരിച്ചിട്ടാണ് കടകളിലെ സാധനങ്ങളുടെ റേറ്റ് വ്യത്യാസം വരിക. ഇപ്പം നല്ല പോഷായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയൊക്കെയാണ്, അതിൻ്റെ അടുത്തുള്ള നെസ്റ്റോ ലുലു കടകൾ അവിടെ ഏത് കടയിലാണെങ്കിലും സാധനങ്ങളുടെ വില കൂടുതലായിരിക്കും. അതേസമയം കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലുള്ള കടകളിൽ സാധനങ്ങളുടെ വില കുറവായിരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ അത് നോക്കിയൊക്കെ ഒന്ന് കുറച്ച് ദൂരമൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചാൽ ചീപ്പായിട്ടൊക്കെ കുറച്ചുകൂടെയൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം മീനിൻ്റെ സെക്ഷനാണ്. അപ്പം എപ്പോഴും നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കര ഫ്രഷ് മീൻ കിട്ടാറില്ല, പക്ഷെ എന്നാലും കിട്ടാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കിതിൽ പകുതി മീനിൻ്റെ പേരും അറിയത്തൊന്നുമില്ല. സ്ഥിരം മേടിക്കുന്ന 1-2 മീനുകളുണ്ട്, അതൊക്കെ നമ്മൾ മേടിക്കാറുള്ളൂ. പിന്നെ ചിക്കനും മീനും ഒക്കെ മെയിനായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ്. ഫ്രഷായിട്ട് തന്നെയാണ് കിട്ടാറ്. പിന്നെ നമ്മുടെ ഉണക്ക മീനുകളും കിട്ടും, എല്ലാ മീനുകളും കിട്ടും ഉണക്ക. പിന്നെ കുറേയൊക്കെ പാക്കറ്റ്സിൽ ഇങ്ങനെ വെച്ചിരിക്കും, അവർ ക്ലീൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് വേണേൽ എടുത്തിട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് തന്നെ മേടിക്കണം. കട്ട് ചെയ്തൊക്കെ അവർ തരും. കട്ട് ചെയ്യുന്നതിന് വേറെ എക്സ്ട്രാ പ്രൈസൊന്നും ഇല്ല, പക്ഷെ കട്ട് ചെയ്ത് തരും. പക്ഷെ മത്തിയും നെത്തോലിയൊന്നും ക്ലീൻ ചെയ്ത് തരാറില്ല. ബാക്കി മീനുകളൊക്കെ അവർ ക്ലീൻ ചെയ്ത് തരും. പിന്നെ അരിയുടെ സെക്ഷൻ നമ്മുടെ ഇഡലി അരിയും പച്ചരിയൊക്കെ ഉണ്ട്. ഇഡലി അരി ആണ് വെച്ച് ദോശയ്ക്ക് ഇഡലിക്ക് അരയ്ക്കുന്നത്. അപ്പോൾ അതും ഉഴുന്നും ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ എടുത്ത സാധനങ്ങളൊന്നും നിങ്ങൾക്ക് അധികം കാണിക്കാൻ പറ്റിയില്ല, പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടും ഒരു മാസം എത്ര ചിലവാകും, എന്തൊക്കെ നമുക്ക് ബേസിക്ക് വേണം. നമ്മൾ നാട്ടിൽ മേടിക്കുന്ന പോലെ ഉള്ളൂ, അപ്പോൾ അധികമായിട്ടൊന്നും മേടിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ റേറ്റ് ഇച്ചിരി വ്യത്യാസം തന്നെയാണ്. നാട്ടിൽ നിന്ന് ഒരു 2-3 ഇരട്ടി വില ഇവിടെ ആവും. എന്നാലും നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇടിയപ്പപ്പൊടി എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സാലഡ്സിൻ്റെ വെറൈറ്റീസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരതുപോലെ സെറ്റ് ചെയ്ത് വേണേൽ തരും, വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ മിക്സ് ചെയ്തും തരും ബൗളിലായിട്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് പ്രൈസ് ആവും. പിന്നെ ചീസിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീസ് സ്ലൈസാണ് എപ്പോഴും മേടിക്കാറ്, അത് സാൻഡ്വിച്ചിനോ ബർഗറിനോ ഒക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഫെറ്റ ചീസ്, പലറ്റ ചീസ് സ്പ്രെഡുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ടൈപ്സ് ഓഫ് ചീസ്. നമ്മളൊന്നും അത് അത്ര യൂസ് ചെയ്യാറില്ല, ഫോറിനേഴ്സൊക്കെ എടുക്കാറുണ്ട്. പിന്നെ തൈരിൻ്റെ സെക്ഷനാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വലിയ ടപ്പ തൈര് എടുക്കുമായിരുന്നു, ഇപ്പോൾ ചെറിയ ടപ്പ എടുക്കാറുള്ളൂ. പിന്നെ പാല് വേണം. പിന്നെ ഈ അടുത്ത് മേടിച്ച് തുടങ്ങിയതാണ് ലബാൻ. നമ്മുടെ മോരാണ് സംഭവം, പക്ഷേ അത് ഫ്ലേവേർഡ് ലബാനായിട്ടുണ്ട്, അപ്പോൾ അത് മേടിക്കാറുണ്ട്, അത് സ്വീറ്റാണ്. പിന്നെ നമ്മൾ അതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടാണ് വെജിറ്റബിൾ ഫ്രൂട്ട് സെക്ഷനിലോട്ട് വരിക. അപ്പോൾ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ കാണും. നമ്മൾ ഈ പകൽ സമയത്ത് പോയാലുണ്ടല്ലോ, രാവിലെയൊക്കെ നല്ല ഫ്രഷായിട്ട് സാധനങ്ങൾ കിട്ടും. അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാം നല്ല ഫ്രഷായിട്ടിരിക്കും. മരുന്ന് അടിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ കുറച്ചുകൂടെ ചീത്തയാകാത്ത സാധനങ്ങൾ കിട്ടും. വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എടുത്തൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിലോട്ടുള്ളതൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിലിച്ചിരി കേടും നല്ല പീസുകളൊന്നും കാണത്തില്ല, പഴമാണെങ്കിലോ എല്ലാം. അപ്പം രാവിലെയാണ് നമ്മൾ രാവിലെ ഉച്ച അടുപ്പിച്ചൊരു സമയത്ത് പോയതുകൊണ്ട് എല്ലാം തന്നെ
നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങ് എടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ ആദ്യമൊക്കെ നല്ല വില കുറവായിരുന്നു ഇവിടെ. ഇപ്പം ഇച്ചിരി വില ഉണ്ട്. ഇടയ്ക്ക് വെച്ച് ഉള്ളി വരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ ആ വില ഇച്ചിരി ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ കിട്ടും. ഞാൻ ഇവിടെ മേടിക്കുന്നത് ഗ്രേറ്റഡ് കോക്കനട്ടാണ്. തിരുമ്മി വെച്ച തേങ്ങ കിട്ടും ഫ്രഷായിട്ട്. അപ്പോൾ അത് നോക്കി എടുക്കണം. ചിലപ്പോൾ മൂത്ത തേങ്ങയായിരിക്കും, ചിലപ്പോൾ നല്ല ഇളം തേങ്ങയായിരിക്കും. അത് നല്ലത് നോക്കി എടുക്കുക. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് മേടിക്കാം. അവർ പറഞ്ഞ് ചിലർ കട്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ എടുക്കണം. ഇപ്പോൾ അവിടെ കരിവേപ്പിലയൊക്കെയും മല്ലിയില അതിൻ്റെ സെക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പം പക്ഷേ ഞാൻ ഇപ്പോൾ കരിവേപ്പില മേടിക്കാറില്ല, വീട്ടിലുള്ളതുകൊണ്ട് മല്ലിയില പുതിനയിലയൊക്കെ മേടിക്കും. കണ്ടോ, ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പല വെറൈറ്റീസ്, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇപ്പോൾ ഈ രാവിലെ വന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും സാധനങ്ങളിങ്ങനെ നല്ല ബൾക്കായിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഒരു രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം പകുതിയും തീർന്നിട്ടുണ്ടാവും. പിന്നെ അവർ റീസ്റ്റോക്ക് ചെയ്യും, പക്ഷേ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ കേട് വന്നത് അങ്ങനെയായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ് ബേക്കറി സെക്ഷൻ, പിന്നെന്താ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മേടിക്കാം. അപ്പോൾ നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും വിശന്നൊരു വഴിയാവും. ഉച്ചയൊക്കെ അടുപ്പിച്ചാണല്ലോ പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ മേടിച്ചിട്ട് പോവാറ്. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. ബന്ന്, ബർഗർ, അതിൻ്റെ എല്ലാം നമുക്ക് റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ. അവർക്ക് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള സാൻഡ്വിച്ചസ് റെഡി ടു ഈറ്റ് മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിച്ച് വയ്ക്കാം. പിള്ളേർക്കും അതൊക്കെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ നമ്മുടെ ചിപ്സ്, ബനാന ചിപ്സ്, ചക്ക വറുത്തത് എല്ലാം കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഈ നെസ്റ്റോ, ലുലു കടകളിലാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കേക്ക്സും അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അത്രയും വെറൈറ്റീസ് ഒന്നും ഇല്ല. ബേക്കറി സെക്ഷനിൽ ആ ടേസ്റ്റും കാണത്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഒരു അറബിക് ടൈപ്പ് സ്നാക്സാണ്. പിന്നെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏതാണ്ട് അവസാനിച്ചു കേട്ടോ. അപ്പം നമുക്കൊരു ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ മാസത്തെ ഒരു ഗ്രോസറി ചിലവെന്ന് പറയുന്നത് UAE 1500 ദിറം, അതായത് 3 അംഗമുള്ളൊരു ഫാമിലിക്ക് 1500 ദിറം മന്ത്ലി വരാറുണ്ട് മാസം. പക്ഷെ ആദ്യം നമ്മൾ വന്നപ്പോൾ നല്ല റേറ്റ് കുറവായിരുന്നു സാധനങ്ങൾക്ക്. ഇപ്പോൾ എല്ലാത്തിനും ഇരട്ടി വിലയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഇവിടെ നല്ല വില കൂടുന്നുണ്ട് സാധനങ്ങൾക്ക്. ഇവിടെ സ്നാക്സ് കൂടുതൽ മേടിക്കുമ്പോൾ നല്ല പ്രൈസ് കൂടാറുണ്ട്. സ്നാക്സിനാണ് പ്രൈസ് കൂടുതൽ. അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു മാസം 1500 നമുക്ക് ആവറേജ് വെക്കാം. അതാണ് ഇവിടുത്തെ ഒരു ഗ്രോസറി ചിലവ്. ഒരു ദിറംസ് എന്ന് പറയുന്നത് നമുക്ക് 22.8 റുപ്പീസാണ്. 22 രൂപ എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ മാസം 1500. ചിലപ്പോൾ എനിക്ക് 2000 വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ബൈ ബൈ.